ഗൈസ് അപ്പൊ നമ്മള് പോയോണ്ടിരിക്കാണ് ഇപ്പം. കഴിഞ്ഞു. നമ്മളിപ്പോ മൂന്നാറിലേക്ക് ഉള്ള യാത്രയിലാണ്. നമ്മളുടെ ഇടുക്കി സൂര്യനെല്ലി. അപ്പൊ മിക്കി വണ്ടി കയറിയപ്പോ മുതൽ ചോദിക്കാണ്, ഫുൾ ഓണാണ്, ഇടുക്കിയിൽ എന്താണ് ഗോൾഡ് ഉണ്ടോ, ഗോൾഡ് വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ മിക്കി കിട്ടുന്നവർ കമന്റ് ബാക്കിൽ വൈറ്റ്, എനിക്ക് ഹില്ലേഴ്സിന്റെ ടീഷർട്ട് ബാക്കിൽ ഷാനു വാങ്ങി വെച്ചിക്കണ്. ഞാൻ ഇടുന്നതായിരിക്കും, നാളെ നമ്മൾ ഇടുന്നതാണ്. അപ്പൊ ഞങ്ങളിപ്പോ നേരെ അങ്കമാലിയിലേക്കാണ് പോകുന്നത്. അങ്കമാലിയിൽ മിക്കിയുടെ ഒരു പെൻഡ്രൈവ് കളക്ട് ചെയ്യാനുണ്ട്. ആ പെൻഡ്രൈവിലാണ് നമ്മൾ ഫുള്ള് ഇന്നത്തെ DJ മാഷപ്പ് ഒക്കെ അതിലാണ്. ആ പെൻഡ്രൈവ് കുത്തുന്നതോട് കൂടിയിട്ട് ഞങ്ങൾ ഫുള്ള് ഓണായിരിക്കുന്നതാണ്. അപ്പൊ അച്ഛന്റെ രണ്ട് വണ്ടിയിലാണ്. ഒരു വണ്ടി ഈ കൊടിച്ച് വരുന്നുണ്ട്. നബിലിനെ ഓർത്തേക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പൊ നബിൽ പറ്റിയില്ല. നബിൽ എങ്ങനെയൊക്കെയോ അത് നോക്കി വരുന്നത് ഹേർട്ടായി. ബാസിലാണ് ആ വണ്ടി നിയന്ത്രിക്കുന്നത്. കാരണം പ്രായം കൂടിയ ഒരാളും പ്രായമില്ലാത്ത 4 ആളുകളും കേറിയിരുന്നത്. ഉറങ്ങിണ്ടാവും. അപ്പൊ വിളിച്ചെന്തിനാ എനിക്ക് 10 മണിക്ക് അവർക്ക് ഉറങ്ങണം. അതിന്റെ മുമ്പ് ഫുഡ് അതിനെ വിളിച്ചത്. എടാ മറ്റേ ഉറങ്ങാതെക്കാനുള്ള മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ അജ്ഫാനിലും കൂടെ കിട്ടണേ. അത് ബാസിൽ എങ്ങനെയും വള്ളത്ത് കലക്കി കൊടുത്താലോ. ഉറങ്ങരുത്, ഉറക്കം കിട്ടാൻ ബാസിൽ കിടന്നിട്ട് ഉറക്കം വരരുത്. എന്നിട്ട് നമ്മളോട് ചോദിക്കണം, എടാ ഉറക്കം വരുന്നില്ല ആരാണ് മിക്ക. അപ്പൊ ഇന്ന് നമ്മള് റൂമിൽ റിസോർട്ടിൽ എത്തി കഴിഞ്ഞാൽ ഈച്ചക്കൊട്ടരം കളിക്കാൻ പോണ്. മിക്കിന്റെ ഡാട്ടി എങ്ങനെ എരപ്പാണ് മിക്ക കയ്യല്ലേ മോസിം സാമി ഇന്റർനാഷണൽ അടിച്ചു പൊളിയുടെ പരിപാടിയാണ്. അപ്പൊ ഇനി പേരുടെ കുറ്റി കളിക്കാൻ ഞാൻ മുന്നിന്ന് അത് വീഡിയോ എടുക്കണല്ലേ. നോ 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 യെസ് നോ. അപ്പൊ അച്ഛന് എന്താ പറയാനുള്ളത്? ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത ഫസ്റ്റ് യാത്ര ആയിരിക്കുന്നു. സത്യല്ലേ? ഉണ്ടല്ലോ. കരാട്ട പഠിച്ചാട്ടോ ഒരു 2 സ്റ്റെപ്പ് എടുത്തരും. രണ്ട് 4 കത്ത് നിർത്തുന്നതാണ് കരാട്ടന്റെ. ഇരിക്കോ ഞങ്ങൾക്ക് മൈക്കൊന്നും വേണ്ട. നിങ്ങള് ചിലപ്പോ ഇത് കാണുന്ന ആൾക്കാർ ചിലപ്പോ റിമോട്ടിൽ ചിലപ്പോ ഫുൾ സൗണ്ടിൽ കേൾക്കേണ്ടി വരും. ചില ഏരിയയിൽ ഭയങ്കര ഒച്ച ഉണ്ടാവും. കാരണം ഇതിന്റെ ഒച്ചക്കാരം ഇവര് ചിലപ്പോ ഒച്ചക്ക് കുറവേക്കാരം. ഈ ബാസിലുണ്ട് അത് 100 വോളിയത്തിൽ ഇടാതെ നിങ്ങൾക്ക് 1 വോളിയത്തിൽ തന്നെ കേൾക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഗൈസ് കുറച്ചുകൂടി കാണാം ഗൈസ്. ബൈ ബൈ. നമ്മളങ്ങനെ ഫുഡൊക്കെ എത്തി. അങ്കമാലിയിൽ നമ്മുടെ കിങ് നമ്മളെ കൂടെ ഉള്ളത്. ഇതൊന്നുകൂടി പറയണം. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാണ്. ഫുൾ ടീം ഉണ്ട്. ചെറിയ ഷൂട്ടിംഗിലാണ്. ബാക്കി വിശേഷങ്ങൾ കഴിച്ചിട്ട് കാണാം അല്ലേ ഷാനോ? സ്പെഷ്യൽ പോക്കാണ് പോകുന്നത്. പെൻഡ്രൈവ് കളക്ട് മിക്കിന്റെ ഇവന്റിന്റെ അതെടുത്തു. മിക്കന്നെ പെൻഡ്രൈവ് കുത്താനുള്ള ഓടാവുള്ള കാരണം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിതാ അവിടെ മൂന്നാർ സൂര്യനെല്ലി എത്തിയിരിക്കുകയാണ്. നമ്മൾ അജ്മൽക്കാണ് നമ്മളെ, അതായത് ഇന്നും നാളെ ഇവിടെ ഫുൾ എന്ത് ചെയ്യണത്, ഗൈഡ് ചെയ്യണത്. നിങ്ങൾ മുങ്ങൂലടക്ക് അജ്മൽക്കാ, ഞങ്ങളൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി വന്നാണ്. ചില്ല് ചെയ്യിപ്പിക്കൂലേ? ഹലോ ഗായ്സ്, നമ്മളൊരാൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ലിയോ. ഹായ് ലിയോ. ഹേ ലിയോ. പക്ഷെ ലിയോ സീനാട്ടോ. ലിയോ എന്താ അറിയോ, പൊട്ടനാണ്.
കുരങ്ങും മരത്തും വെക്കുമ്പോഴേ അതിൻ്റെ അടി കൂടെ പോകാൻ ചോദിച്ചോലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ലിയോ നീയല്ലേ എന്താ പറയല്ലേ? ആ എന്നാ കറക്കി കാണിച്ചു കൊടുത്താ. അപ്പൊ നിയാലിന്റെ ഒരു അത്ഭുത പ്രകടനമാണ് സുഹൃത്തുക്കളെ നമ്മൾ കാണാൻ പോകുന്നത്. എടാ ഇവിടെ കാണിച്ചു നോക്ക്. ആ കഴിഞ്ഞു. അടുത്ത ആള് നിയാൽ വീണ്ടും ട്രൈ ചെയ്യാണ്. ആർസി കണ്ട വേണ്ട ക്യാമറ ഉണ്ടാ ഇങ്ങനെ എടാ ഒന്ന് കറക്കിയ. ആരോ കറക്കി? നിങ്ങൾ ആരോ കറക്കിനല്ലോ. കറക്ക്. എങ്ങനെയാണ് കറക്കണ്ട കേട്ടോ. ഇതിന്റെ ഇത് ഒറിജിനൽ വെർഷൻ ഡ്യൂപ്ലിക്കേറ്റ് വെർഷൻ. സൽമാൻ ട്രൈ ചെയ്യുന്നു ഞാൻ പറയണേ. കറക്കിയ. ഈ മണാലി കസോള് ഭാഗത്തുള്ള ആളുകൾ എപ്പോഴും ഇതിങ്ങനെ കറക്കി നടക്കും. അല്ല പോയപ്പോ കണ്ടില്ല. അപ്പം അപ്പൊ നിയാല് പറയണത് ഇത് പഠിച്ചാൽ ലൈഫിൽ എവിടെയും ബാലൻസ് ചെയ്യാന്ന നിയാല് പറയണത്. അടി തറ്റൂല നമുക്ക്. അപ്പൊ നോക്ക നമുക്ക് നിയാലിന്റെ ലൈഫ് ബാലൻസ് ആവില്ല നോക്കാം നമുക്ക്. അല്ല ഫസ്റ്റ് ചെറിയ ഇതുണ്ടാവും. ഫസ്റ്റ് ചെറിയ സപ്പോർട്ട് കൊടുക്കാം. കാല് ഇങ്ങനെ അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയാലിക്കാന്റെ ലൈഫ് ബാലൻസിങ്. അപ്പൊ ഉറപ്പായി നിയാലിന്റെ ലൈഫ് ബാലൻസ് ആവൂല. ഒരിക്കലും നിയാലിന്റെ ലൈഫ് ബാലൻസ് ആവില്ല. അല്ല നോക്കട്ടെ ഇജ് ഇങ്ങനെ എല്ലാ അങ്ങോട്ട് ഊരിക്കൊണ്ടിട്ടോ കയ്യുമ്പുള്ളത്. മിക്കേ നീയാളെന്താ പറഞ്ഞാല് ഇത് ശരിക്ക് പോയാല് ഓ ലൈഫ് ബാലൻസ് ചെയ്യണത്. ബാലൻസ് ചെയ്ത ലൈഫ് ബാലൻസ് ആവാന്നു അവന്റെ. അപ്പോ നമ്മളെ പ്രോപ്പർട്ടി എന്നുള്ള കാഴ്ച കേട്ടത് നല്ല മനസ്സലിക്കണ കാഴ്ച. നല്ല അടിപൊളി കാഴ്ചയാണ്. നമ്മൾ നല്ല എപ്പോഴും എത്തിയത് 4 മണിക്കോ 5 മണിക്കോ 4 മണിക്ക്. നമ്മൾ 4 മണിക്കാണ് എത്തിയത്. അപ്പൊ അല്ല കൊറേ വിശേഷങ്ങൾ. ലൈഫ് ബാലൻസ് ആയി. ലൈഫ് ബാലൻസ് ആയി. ഞാനേ ആദ്യം ഇരിക്കും എന്നിട്ട് കാല് നീട്ട്. നിഹാലെന്താ അറിയോ? നിഹാലെല്ലാതും പെട്ടെന്ന് പഠിച്ചെടുക്കും. അതാണ് നിഹാലിന്റെ ഒരു ക്വാളിറ്റി. ഭയങ്കര കഴിവാ. അതാണ് നിഹാലിന്റെ ഒരു ക്വാളിറ്റി. എല്ലാ കാര്യം പെട്ടെന്ന് പഠിച്ചെടുക്കും. അപ്പൊ അർഷി ലൈഫ് ബാലൻസ് ചെയ്യാൻ അർഷി എത്തിയിട്ടുണ്ട്. അല്ലജെന്ന് ടീഷർട്ട് തിരിച്ചിട്ടിക്കണ്. ഒരു 4 സെക്കൻഡ് എങ്കിലും എനിക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ സമ്മതിച്ചാണ്. അർഷിക്ക് അറിയടാ. അർഷി അറിയാത്ത മാതിരി കാട്ടണേ. ഫസ്റ്റ് ലൈഫ് ഒരാള് ബാലൻസ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടേ. ഒപ്പമുള്ളവനും കൂടെ ബാലൻസ് ഇല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കും. ഇത് പറക്കർച്ചിയെ അല്ല അസറു കൊറേ ലൈഫ് ബാലൻസ് ചെയ്തിട്ടുള്ള ആളാണ്. ആരൊക്കെയാണ് വന്നിക്കണ്? എല്ലാരും ഉണ്ടല്ലോ. പിന്നെ ഉറപ്പല്ലേ അസുറൊക്കെ മടക്കൽമുണ്ട്. അസുറിന് വയ്ക്കും. അസുർ ഫസ്റ്റ് അറിയാത്ത പോലെ കാട്ടുട്ടോ. ഫസ്റ്റ് അസുർ അറിയാത്ത പോലെ കാട്ടും. അസുർ അറിയാത്ത അസുറിന്റെ മുഖത്തുമുണ്ട്. അസുറിന് നല്ല നാമ വരെ കണ്ടോ. അസുറിന്റെ മുഖത്ത് എഴുതിച്ചിക്കണ് കണ്ടോ. ചെറു പുഞ്ചിരിയിലുണ്ട് എനിക്ക് ബാലൻസ് ചെയ്യാൻ വയ്ക്കുന്നു കണ്ടോ. കാലിന്റെ മുദ്ര ശ്രദ്ധിക്കും കണ്ടോ. ഇങ്ങനെയാണ് കൈ വിരലോക്ക്.
ബാലൻസ് ചെയ്യണേ ലൈഫ് ഇങ്ങനെ അല്ല ഞാൻ കാട്ടിയവരെ ഒറ്റയടിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല ലൈഫ് മെല്ലെ മെല്ലെ അങ്ങനെ ഫോക്കസ് ചെയ്ത് വേണം ബാലൻസ് ചെയ്യാൻ. അസുറോ ഒരു കാല് പൊന്തിച്ചു വെറുതെ ഒന്ന് പൊന്തിക്കേ ഒന്ന് കാണട്ടെ. യെസ് ദാ ക്യാമറ കാണൂല. എടാ അസുറിന്റെ ലൈഫ് ബാലൻസ് ആയടാ. ആ മിക്കി അടുത്തതായി മിക്കി രാവിലെ ടെൻഷൻ ആയിട്ട് എണീച്ചു ഗ്രൂപ്പിൽ സമയം കുറഞ്ഞു പറഞ്ഞിട്ട് മിക്കി ഭൂകമ്പമായി മിക്കല്ലേ. അപ്പോൾ സൂര്യനെല്ലിയില്ല ഹോസ്റ്റാഡ് പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമുക്ക് ഈ കൊളുക്കുമല പോകാൻ ഉദ്ദേശം വെച്ച് വരുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലൊരു പിന്നെ ഓപ്ഷനാണ് ഈ ഹോസ്റ്റാഡ്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കൊളുക്കുമലക്ക്. ഇവിടുന്ന് ജീപ്പും കാര്യങ്ങളൊക്കെ ഓല തന്നെ അറേഞ്ച് ചെയ്ത് തരും. കൊളുക്കുമല ഇപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും കാലം ക്ലൗഡ് ബെഡും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇന്നലെ മുതലൊക്കെ ക്ലൗഡ് ബെഡ് ഇങ്ങനെ വന്നു തുടങ്ങിക്കണേ. ഇന്ന് നല്ല ക്ലൗഡ് ബെഡ് ആയിരുന്നു പറഞ്ഞത്. അപ്പം ഞങ്ങൾ പോകുന്നത് നാളെയാണ്. സാധാരണ അങ്ങനെ പോകുമ്പോൾ എന്താ ഉണ്ടാവില്ല വെച്ചാൽ മഴ ഉണ്ടാവില്ല, മഞ്ഞുണ്ടാവില്ല. അപ്പം നാളെ വിൽക്കാൻ ക്ലൗഡ് ബെഡ് കിട്ടാൻ ഞങ്ങൾക്ക് സാധ്യതയില്ല. ഇനി കിട്ടിയ ഞങ്ങൾക്ക് നമ്മൾ അടിപൊളി കാണിച്ചു തരും ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പ്രോപ്പർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളെ ട്രിപ്പ് മൂടിക്ക് വരും. എല്ലാവരും ഇപ്പോഴാണ് നീച്ചത്. നമുക്കറിയില്ല. അവിടെ ഇങ്ങനെ ഫോണിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. ആരോടെ എന്താ നമുക്കറിയില്ല. ഞാൻ അപ്പുറത്തേക്ക് കിടക്കല്ലേ. ഞാൻ ഉറങ്ങി, പിന്നെ ഉറങ്ങണതിന്റെ തുടക്കത്തിലൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ ബോക്സിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണേ അസറു. ഇത് പറയും. അപ്പൊ ഫുൾ കോസ്റ്റ്യൂമില് ചെക്കന്മാരൊക്കെ റെഡി ആയിട്ടോ. റെഡി ആയിക്കണേ. അപ്പൊ അച്ചുവിന്റെ എന്താ വെച്ചാൽ ഒരു ഗ്രീനിഷ് ഷെയ്ഡുള്ള പച്ചപ്പിനുള്ള പച്ച. അച്ഛൻ പച്ചയാണ്. ബ്ലാക്കും ലൂൺ വോൾഫ് ചങ്ങായിയാണ്. എലോൺ വോൾഫ് ഒറ്റക്കല്ലല്ലോ ചെയ്യും. അപ്പൊ നബീൽ തന്നെ അതിനെന്താ സെറ്റ് കണ്ടോ? നബീൽ തന്നെ നമ്മളെ സുന്ദര കുട്ടപ്പനെ ഇരിക്കട്ടാ. നബീല അമേരിക്കയിൽ ചാർജ് ചെയ്താലോ നോക്കൂ. നമ്മളോട് അനാനോടി കുറവുണ്ട് അല്ലേ? കുറവുണ്ട്. പക്ഷേ ബോസ് നമ്മുടെ വിട്ട് വാഗമണില് ഷൂട്ടിന് പോയതാണ്. ഷൂട്ട് പോലത്തെ വലിയ വലിയ ഷൂട്ട് പോലത്തെ വലിയ വലിയ സംഭവമാണ്. നമ്മൾ മനസ്സിൽ ഹാപ്പിയാണ്. ഷോ ഇല്ലാത്തത് കൊണ്ടുള്ള സങ്കടം ഉണ്ടെങ്കിലും ഷോയിൽ പോയത് വലിയൊരു കാര്യത്തിനാണെന്നുള്ള ആലോചിക്കുമ്പോൾ സന്തോഷം. അപ്പൊ ഇതാട്ടോ പണ്ടത്തെ ബ്രിട്ടീഷ് ഹോസ്പിറ്റല്. ഇതല്ല ഹോസ്പിറ്റല്, ഇത് ടീ ഫാക്ടറി. അപ്പൊ ഇതാണ് ബ്രിട്ടീഷുകാര് ട്രെയിനില് വന്നാണ്ട് ഇറങ്ങിയാണ്ട് അപ്പടുത്ത് പിന്നെ ഞാൻ കാര്യം പറഞ്ഞെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ തേയിലക്ക് തോട്ടത്തില് മറ്റേ എന്തേലും പറയാം പ്ലക്ക് ചെയ്യാം. ചായ എടുത്തോ വണ്ടിന്റെ ബീഫൊക്കെ ഇതിൽ ഇങ്ങനെ എടുത്ത് ഹാപ്പിയാണ്. നബീല ചാടിയടേ എന്ത് വണ്ടിന്റെ അറിയോ? എനിക്കെന്താ പറയാ അതിന്റെ പേര് ഈ വെള്ളം ഒഴിവാക്കിക്കോ. ചായപ്പൊടി ആവട്ടോ. നിയാല് ആ കുണ്ടർന്ന് പതുക്കെ നല്ല മൂടായി കരച്ച് പതുക്കെ പോണേ. ഈ പേഷ്യൻസ് ഒക്കെ ഇവിടെ പണ്ട് കടക്കൂലേ. അവൻ നഴ്സുമാരെ വിളിക്കാനും വേണ്ടിയില്ല കോണിക്കല്ലോ കണ്ടെത്തിട്ടോ.
ശരിയല്ലേ പേഷ്യത്തോട് നീച്ചു വന്നിട്ട് ഇവിടെ നിൽക്കൊക്കെ അയാളാണ് പേഷ്യത്തിന് എടുത്തൊക്കെ ഒരു കണക്കിന് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ട് കുറെ ഉപകാരങ്ങൾ കുറെ സംഭവങ്ങൾ ഇതിനകത്ത് കുറെ ബംഗ്ലാവ് ഉണ്ട് 15 റൂം അത്രയും പ്രീമിയം ബംഗ്ലാവ്സ് ഉണ്ട് കുറെ ഉണ്ട് ഇതിനകത്ത് 7 ബംഗ്ലാവ്സ് ഇവർ നിന്നിരുന്ന കുറെ പ്രീമിയം ബംഗ്ലാവ് അതിപ്പോ റെനോവേറ്റ് ചെയ്ത് എടുത്ത് ടൂറിസം ചെയ്തോണ്ടിരിക്കുക കുറെ സംഭവങ്ങൾ നമുക്ക് കിട്ടിയ പോലെ എടുത്തു തന്നെയാണ് എന്താ നമ്മളത് കുറെ കൊണ്ടേക്കണ് തിരിച്ചും കിട്ടില്ലേ ഒരു പാട്ട് തിരിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ച് ബിൽഡിങ്സ് അങ്ങോട്ട് അങ്ങോട്ട് കുറെ നമ്മള് കാര്യങ്ങളൊക്കെ അടിച്ചു പോയി എടാ നമ്മള് നിലമ്പൂരത്തെ നമ്മളെ കനോലി ഫോട്ടൊക്കെ ഒരു ഉണ്ടാക്കിയ HV കനോലി പറഞ്ഞ ഒരു ബ്രിട്ടീഷുകാരനാണ് ആ കനോലി പ്ലോട്ട് അയാളുടെ പേരിലാണ് ആ റിപ്പോർട്ട് കനോലി പ്ലോട്ട് നല്ല അതിന്റെ പേര് കനോലിയുടെ പ്ലോട്ട് അതെ കനോലി അയാളുടെ പേര് മൈക്ക് വന്നെടുത്ത് മൈക്ക് മൈക്ക് എടുത്താ മിക്കി സ്റ്റാർട്ട് ചെയ്താ വ്ളോഗ് നോക്കട്ടെ വെയിറ്റ് നോക്കട്ടെ ഗായ്സ് പതിവ് തെറ്റിച്ചിട്ടില്ല, ആകെ അലമ്പാക്കുന്നുണ്ട്. അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ കുറച്ച് വിന്റേജ് വാസുകൾ ഇറങ്ങിയിട്ടുണ്ട്. വിന്റേജ് വാസു ഗൈസ് അങ്ങനെ ഇന്നിവിടെ എന്താ പറയാ ഭാഷയിലെ ജനാധിപത്യ അല്ല ഇലക്ഷനാണ് അതന്നെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഗൈസ് ഇന്നിവിടെ. അതല്ല നമ്മൾ നിൽക്കുന്ന സ്ഥലം. സൂം ചെയ്ത് നോക്കിയാ അവിടെ മെഡിക്കൽ ലാബും കാണാം. അഭിനയം തുടങ്ങിട്ടോ. ഇഞ്ഞൊരു പണ്ടത്തെ പാട്ട് ഏതെങ്കിലും ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വിന്റേജ് വേറെ മൂഡ് അതാ. അത് പിന്നെ സാറേ അവര് നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോ ഇനി കാണാം. അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് ചായ കുടിക്കാനാണ്. നമ്മൾ ചായ കുടിക്കുന്നത് ശിവ ഹോട്ടലിലാണ്. ഇപ്പൊ ശിവ ഹോട്ടൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു പ്രാചീന ഒരു നോർമൽ എങ്ങനെ പറയാ ഒരു സാധാരണ ഹോട്ടൽ. അവിടെ നിന്നാണ് ഷാനുവിനെ പോലത്തെ ഒരാൾ സാധാരണ ഒരു ഹോട്ടലിൽ നേതാവെത്തി നല്ല രസം കാര്യങ്ങളൊക്കെ ആയിട്ട് സിറ്റി ഫുള്ള് കേരള നമ്പർ 1 ചായ അതാണത്. പറഞ്ഞു ആ ചായന്റെ പേരാണത്. അല്ല നമ്പർ 1 ടീ അല്ല അതല്ല ഇവിടുത്തെ ചായ അജ്മൽക്ക പറഞ്ഞല്ലേ എന്നോട് പോയി ചായ അടിച്ച ആളാണ്. മൂപ്പർ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിന് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമുണ്ട്. ഞങ്ങൾ ഇതിലാണ് പോകാൻ വേണ്ടിട്ട് പോകുന്നത്. ഈ ഒരു സംഭവത്തിൽ 4 ചക്രമുള്ള ATV റൈഡാണ് ഞങ്ങൾ. അത് ചളിയിലൊക്കെ ഒന്ന് കുളിച്ചിട്ട് മിക്കൊക്കെ ഇട്ട വെള്ള ഡ്രസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അതാണ് ATV. അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങള് പ്രഭാത ഭക്ഷണം കഴിച്ച് നമ്മള് എവിടേക്ക് പോണേ? കഴിഞ്ഞു. നട്ടുച്ചക്കാണ് ഭക്ഷണം കഴിച്ചത്. പ്രഭാത ഭക്ഷണം ഉച്ച കഴിച്ചാണ് നമ്മള് ATV റൈഡിന് പോവാട്ടോ. ATVന്റെ ഫുൾ ഫോം ആണോ ദോശ? അങ്ങോട്ട് ഞാൻ എനിക്കറിയോക്കട്ടെ. ആർട്ടിഫിഷ്യൽ ടെക്നോളജി വെഹിക്കിൾ. ആർട്ടിഫിഷ്യൽ ടെക്നോളജി വെഹിക്കിൾ എനി ടൈം വെഹിക്കിൾ ആണ്. അപ്പൊ ഗായ്സ് ഞാനും അസറും ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ. നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് 2 തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ ഉള്ള ഒരു വഴിയാണ്. തോട്ടത്തും ഒരു തേയിലത്തോട്ടത്തും നമ്മുടെ മുന്നിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനാണ് ഇപ്പം ഇടവഴി.
നെടുന്തൂണായ നമ്മുടെ അജ്മൽക്കാണ്. അജ്മലിക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ വൈകാട്ടിയും സഹപാഠിയും സുഹൃത്തും എല്ലാം. ഇങ്ങോട്ട് തിരിയേ. അവസാനം വരെയും ഈ നമ്മുടെ എല്ലാ ബല്ലഭയ പൊന്നോമന പുത്രനായ അല്ല എത്ര ടീം ഉണ്ട് അവിടെ? 4 5 ഉണ്ട്. എടാ ആ മറ്റേ ഇർഫാൻ ട്രയൽസ് വന്നത് ഓല് ഇവിടെ ചെയ്തിനല്ലേ? ഓലൊന്ന് വിളിച്ചിനോ? ആ ഈ സാധനം ഇതാണോ റിവേഴ്സ്? അതല്ല, ഫ്രണ്ടിക്ക് മുന്നിക്കാണ്. അല്ല ആക്സിലേറ്റർ അല്ല, റിവേഴ്സ് ആക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതാണ് ഗിയർ. ആ ഇങ്ങോട്ടോ? ആ ഓക്കെ. പൂഹാമുത്ത ഇന്ന് തകർക്കും നമ്മള്. ആ ഇറക്കിക്കോ. ആർക്ക് മിക്ക ഓടി നോക്ക്. വണ്ടിയൊക്കെ പോയി, വണ്ടിയൊക്കെ കഴിഞ്ഞു. മണ്ടത്തിലായോ? പിന്നെ നായോനടിച്ചല്ലേ? ചെങ്ങായി അർച്ചേ വാ വാ. സൈക്കിൾ നല്ല പ്ലീസ് പ്ലീസ്. നാഴ്ച വണ്ടി ഓടിക്കാറില്ല കേട്ടോ. സൽമാന്റെ അഭ്യാസ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൈക്കില്ല, വീട്ടിൽ അനുകരിക്കരുത്. കുട്ടികള്, പ്രായമായവർ, മുതിർന്നവർ, സ്ത്രീകൾ. ഇത് വേറൊന്നുണ്ടേ, നബീല് കാരണം എടുത്താണല്ലോ ഫിരൂസേ. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ചെയ്യാണ്ട് ഒരു സൺസെറ്റ് കാണാൻ വന്നോ. വന്ന് നോക്കുമ്പോ എന്തില്ല, പക്ഷെ നല്ല വ്യൂ, നല്ല രസമുള്ള വ്യൂ. പക്ഷെ വ്യൂ നല്ല രസമുണ്ട്. ചെക്കന്മാരോട് എന്തൊക്കെ അങ്ങോട്ട് വാ അവിടെ പോകാൻ വേണ്ടിട്ട്. പക്ഷെ ഫോട്ടോ എടുത്ത് തരുമോ? ഞാൻ പോയിട്ട് വരാം, ഒരു ഫോട്ടോ കേട്ടോ. പോട്ടെ അവിടെ ചെല്ലടാ, ഇവിടെ ചവിട്ടി കൂടെ. ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു കൂട്ടം യുവാക്കൾ അവിടെ പുതിയ സ്കിൽസൊക്കെ പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്കിൽസൊക്കെ പഠിക്കുന്നവരുടെ അടുത്ത് പോയേക്കാം. ആദ്യം പഠിക്കുന്നത് ജോർജിൽ നിന്നും അസറു സ്കില്ല് പഠിക്കുന്നുണ്ട്. അസറോ
എന്താണ് ചെയ്യാൻ പോണത്? ഞാനോ ഞാൻ കട്ടയിലുണ്ടോ? വെൽ ജമ്പിങ്ങോ? കിണറ്റ് ചടന് ഇവിടെ കിണറില്ലല്ലോ. എന്തോ നിൽക്കുന്നു? ഒന്ന് മാറി സമാധാനം തരും. ബാസിലെ, മാറിക്ക്, അകത്ത് ഓടല്ലേ? കോൺസെൻട്രേഷൻ കണ്ണും വേണ്ട അവന്റെ കോൺസെൻട്രേഷൻ. നല്ല കണ്ണോക്കിയ കറക്റ്റ് ലൈനുമൊക്കെയാണ്. ഒരു ഇഞ്ച കണ്ടില്ല. കണ്ണെടുക്കരുത്. കണ്ണെടുക്കരുത്. നബില ഒന്ന് എടാ ഇവിടെ ശ്രദ്ധിക്കുക നബിലെ. ആ ഗുഡ് ഗുഡ് ഗുഡ്. കണ്ണുമുണ്ട് കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ട് കണ്ണ് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും. കണ്ണുകളിലുണ്ട്. കണ്ണുകളിൽ എന്താ ശാരിയോ ഇങ്ങനെ പറഞ്ഞു തള്ളിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക വാസിൽ ആദ്യം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് വന്നപ്പോ മുതൽ ഇവിടെ എല്ലാവരും ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണ്? ഓക്കെ. അപ്പൊ എന്താ വെച്ചാൽ നമ്മളിത് കുറെ ട്രൈ ചെയ്ത് നടക്കാം. അപ്പൊ മൂപ്പര് എങ്ങനെ നമുക്ക് പറഞ്ഞു തരട്ടെ എന്താ ചെയ്യേണ്ടത്? അവനോ അതോ സാറായി രണ്ടു അത് പിടിച്ചാണ്ടാ അയ്യോ കണ്ണുകൾ രണ്ട്. ട്രൈ ചെയ്തോ? ലൈനായിട്ട് നിങ്ങൾ കണ്ടാവൂല. കണ്ടാവും ലൈനായിട്ട് പെട്ടെന്ന് നബീല കണ്ടാവും. എന്റെ മോതമ കൊയ്യോ കോൺസെൻട്രേറ്റ് വേദനിച്ചുണ്ട്. ഓ സ്കില്ല്. അച്ചു മുന്നെന്ന് പറയാ. ഓ ഒരു ഭാഗത്ത് ഇക്കോ ഒരു ഭാഗത്ത് നിഹാല്. രണ്ടുണ്ട് നീ. നീ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തത് എന്താണുള്ളത്? എന്താ പറഞ്ഞേ? മാറി കൊടുക്കേ. ഫോക്കസ് ഓൺ ഗേൾസ് നോട്ട് ഗോൾസ് പറഞ്ഞല്ലേ? ഫോക്കസ് ഓൺ ഗേൾസ് നോട്ട് മാറി കൊടുക്കേ.
എന്റെ മോനെ നോക്കാൻ പറ്റില്ല. സപ്പോർട്ട് കൊടുക്കണം. അതായത് എക്സ്പെക്ടേഷൻ ഇത് കുളങ്കര ചാണകം കണ്ടിട്ട് ഇവിടെ ശ്രദ്ധിച്ചോടെ. എത്ര ചവിട്ടി? ഇതുവരെ ചവിട്ടിയില്ല ഭാഗ്യം. ബാസിന്റെ തലമക്ക് എന്ത് കിക്ക് ട്രസ്റ്റ് ഉണ്ട് എന്നാലും പേടി. നീ വേറെ നിക്കിന്റെ വാ പിന്നുള്ളി ഇത് നല്ല ടീഷർട്ടാണ്. അല്ല അച്ഛനും ഞാൻ എനിക്കറിയാലോ. ഇനി ഞാൻ പിടിക്കുക ഇങ്ങനെ വെക്കുക, എന്റെ കയ്യാട്ട് ഇങ്ങനെ പിടിക്കുക. അതായത് എപ്പോഴും എന്റെ കാല് മുന്നിൽ വെക്കണം. എടുത്ത് മറിച്ച് അല്ലല്ല ഈ കാല് ഞാൻ ഇപ്പൊ ഇവിടെ ലോക്ക് ചെയ്ത് തന്നെ. അപ്പൊ ഈ അനക്കെന്റെ കൊല്ലിക്ക് പിടിക്കാൻ കഴിയൂല. ഇതിന്റെ കൊല്ലിക്ക് പിടിക്കാൻ വരാണ്. അപ്പൊ ഞാൻ എന്റെ കൊല്ലി കൊടുക്കാൻ വരുന്ന ഞാൻ ഇത് നേരെ വരുന്നത് ഈ നേരെ കൊല്ലി പിടിക്കാൻ വരൂലേ? ഒന്നും പറ്റൂല. എന്താ രാവിലെ എല്ലാരും ഉറക്കം കളഞ്ഞു വീട്ടിൽ മുതൽ സൽമാനിച്ച മുതൽ നോക്കിയാ ഇത് അച്ചു ആണ്. അച്ചു കിമ്മി എല്ലാരും ഉണ്ട്. അപ്പൊ കിമ്മി മിക്കിയുടെ വേറൊരു സാധനം കിമ്മി. അപ്പൊ ബാസിരിക്കയും അസുറും അടുത്ത വണ്ടിയാരുണ്ട്. അപ്പൊ രാവിലെ സൺറൈസ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോണത്. അപ്പൊ എന്തായാലും പോയോക്കാം. സൺറൈസ് എന്തായാലും ഉണ്ടാവും. അല്ല ആ വൃത്തിയില് കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇതേപോലെ ഒരു 3/4 മണിക്കൂർ ഇങ്ങനെ ആയാലാണ് അവിടെ. ഇവിടുന്ന് ഇപ്പൊ താഴത്തുനിന്ന് മേലക്ക് എത്ര മണിക്കൂറാ? 3/4 മണിക്കൂർ കാണിക്കുന്നുണ്ട് ആണല്ലേ. അപ്പൊ ജീപ്പിനാണെങ്കിലും കുറെ കഷ്ടപ്പാടൊന്നും കൂടിയിട്ടാണ് നമ്മളവിടെ എത്താൻ പോണത്. നമ്മൾ സൂര്യനെല്ലിയിലെ ഏറ്റവും അല്ലേ വണ്ടർഫുൾ ഒരു വ്യൂയിലാണ് പോകുന്നത്. വിഷയമുണ്ടല്ലോ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അടിപൊളി സൺസെറ്റ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. സൺറൈസ് കിട്ടുന്ന അപ്പൊ ഇനി ഇതിന് ശേഷം കാണാൻ പോകുന്ന വിഷ്വലുണ്ടല്ലോ, വിഷ്വലി ബ്യൂട്ടിയാണ്. വിഷ്വലി ആരും മിസ് ചെയ്യരുത്. ഞാനും കൂടെ നിന്നാ ഗൈസ്. ഹായ് ഗൈസ്. അങ്ങനെ നമ്മള് ഒതുക്കുമലയാണല്ലോ. അവിടെ ഒന്നും കാണൂല. കാണുണ്ടോ? കാണില്ലേ? എന്നാ കാണുന്നുണ്ട് ഗൈസ്. ഇവിടെ എല്ലാം കാണുന്നുണ്ട്. അല്ല കുറച്ച് നേരം സിംഹത്തിനടുത്ത് പോവാ. കുറച്ചുകൂടി കഴിഞ്ഞാൽ മഞ്ഞളേറ്റ് മുഖത്തേക്ക് അടിക്കുന്നു പറയും. അല്ല ഞാനൊന്ന് റൈറ്റ് എടുക്കാണ്ട്. അപ്പൊ ഗൈസ് നമ്മള് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വ്യൂ ഒക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങാറുണ്ട്. സൺറൈസ് കണ്ടിട്ട് താഴേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് നമ്മള് ചെക്കന്മാരൊക്കെ ഉണ്ട്. അടിയിലൊരു സിംഗപ്പാറുണ്ട്.
അച്ചു ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ? എക്സൈറ്റഡ് ആണോ? വെരി മച്ച്. മിക്ക എക്സൈറ്റഡ് ആണോ? എന്തിന്? രണ്ടാൾക്കാരെ ജോയിൻ ചെയ്യാണ്ട്. ഷാനു ഇല്ലേ, ഷാനുവിന് എന്താ മൈഗ്രെയിൻ ആയതുകൊണ്ട് ഷാനു എത്തിയിട്ടില്ല. അത് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. കുറെ ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാരാ, ഇഷ്ടം പോലെ. ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മളെ വ്യൂവേഴ്സിന് കിഡ്ലം സൺറൈസ് കാണാൻ പറ്റൂലേ, കിഡ്ലം സാധനം. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് വീണ്ടും കണ്ടുമുട്ടി. നിങ്ങൾക്ക് എന്താ കിട്ടിയില്ലേ? എന്താ പറഞ്ഞേ? ഞങ്ങൾ എന്താ മഴ ഉണ്ടോ വാസിലെ? അല്ല എടാ ഇവിടെ വൻ സ്നോഫോളൊക്കെ ബാക്കേക്ക് വെക്കാൻ പറഞ്ഞു. അതല്ല അങ്ങോട്ട് സുഹൃത്തുക്കളെ കാണുന്നുണ്ടോ? മൊത്തം കേൾക്കേണ്ടി കേട്ടോ. ഇല്ല, ഷാനുവിനെ നമ്മൾ കാണിച്ചു നമ്മുടെ വീഡിയോ അതാ. ഷാനുവിന് നമ്മൾ അജ്മൽഖാന്റെ ഫോണില് കുറച്ച് വീഡിയോസ് ഉണ്ട്, നമ്മളത് കാണിച്ചെടുക്കാൻ നബീൽ. ഞാൻ കൊറേ വന്നതാ, കിട്ടൂലെന്ന് പറഞ്ഞ നബീല്. നബീലുണ്ട്, നബീലിന്റെ ഒരു ഷെയറില്ല. അൺപ്രഡിക്റ്റബിൾ മാൻ ഓഫ് ദ വേൾഡ് ഓഫ് ദ ഇന്ത്യ. ക്ലൗഡ് ബെഡിങ് എന്താ കാട്ടുക? ഒന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു സ്പിറ്റിംഗ്. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ 2 ദിവസത്തെ വിശേഷങ്ങൾ. ഇതില് ഫുള്ളൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മള് അവിടെ ഇവിടെ ഒക്കെ എടുത്തിരിക്കുന്നത്. കുറച്ച് ബാസിന്റെയിലും, അതെ, ബാസിന്റെ ഫുള്ളുണ്ട്, അധികം ബാസിന്റെയിലും കുറച്ച് നമ്മളിതിലും ഉണ്ടാവുക. പിന്നെ ഇത് നമ്മളെല്ലാരും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനമാക്കി നമുക്കൊരു മെമ്മറിക്ക് വേണ്ടിട്ട് ലോ ക്ലാസ്സിൽ വെറുതെ അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടായിക്കോട്ടെ. പറ്റി 2 വാക്ക്. അപ്പൊ നമ്മള് നിന്നത് എന്താണ് ഓസ്റ്റിയാഡിലെ, ഓസ്റ്റിയാഡ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നിന്നത്. ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലം. അതായത് നമുക്ക് കൊളുക്കുമലയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈസി ആക്സസ് ഇവിടുന്നാണ്. ഇവരോട് പറഞ്ഞാൽ ഇവർ തന്നെ നമുക്ക് ജീപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. മറ്റേന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് വന്ന് റൂം എടുത്ത് അതൊക്കെ ഭയങ്കര റിസ്ക് ആണ്. ഇതാകുമ്പോൾ ഇവിടെ റൂം എടുത്ത് ഇതിന് മുമ്പ് കൂടി തന്നെയാണ് കൊളുക്കുമലയ്ക്കുള്ള റോഡും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വരാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയാണ് സുഖം. പിന്നെ ഇപ്പോൾ അതേപോലെ നമുക്ക് കിട്ടിയില്ല, പക്ഷെ ശരിക്കും ഇതാണ് ക്ലൗഡ് ബഡൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാണ് ശരിക്കുള്ള റൈറ്റ് ടൈം അല്ലേ? അതെ, ശരിക്കുള്ള ടൈം ഇതാണ്. പറഞ്ഞത് നമ്മളറിയില്ല, നമ്മളങ്ങനെയാണ്, ഞങ്ങളങ്ങനെയാണ്, നമ്മളെ ഭാഗ്യം എങ്ങനെയാണ്. അപ്പൊ ഗൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഇതുപോലെ എല്ലാവരും കൂടാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ.